1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കൊയ്ത്തുത്സവം ആഘോഷമാക്കി ഊർങ്ങാട്ടിരി പാടശേഖരം. ഊർങ്ങാട്ടിരി മൈത്ര പാടശേഖരത്തിലെ മുണ്ടകൻ കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു ഉദ്ഘാടനം ചെയ്തു. കർഷകരും നാട്ടുകാരും ഉത്സവമാക്കിയാണ് കൊയ്ത്തുത്സവം ആഘോഷമാക്കി മാറ്റിയത്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മുടെ കൊയ്ത്തുത്സവം നമ്മൾ ഈ പാടത്ത് വെച്ച് നടത്തി, നമ്മുടെ കർഷകന്റെ പാടത്ത് വെച്ച് നടത്തി. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ മൈത്ര സ്കൂളിലെ മക്കൾ കഴിഞ്ഞ വർഷവും ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കർഷകര് എല്ലാവരും ഈ ഇതിലേക്ക് വരാന് നമുക്ക് ഉത്സാഹത്തോടു കൂടി അവരെ പുതുതലമുറയെ കർഷകരെ നമുക്ക് ഇതിലേക്ക് ഇറക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നെൽകൃഷി വളരെ കുറഞ്ഞു വരികയാണ്. ഞങ്ങളൊക്കെ പറഞ്ഞ ആദ്യം മുതലേ ഇവിടെയൊക്കെ നല്ല കൃഷി ചെയ്തിരുന്ന ഒരു പാടമായിരുന്നു. ഇപ്പോൾ ഇത്രയും സ്ഥലവും കുറച്ച് അപ്പുറത്ത് കുറച്ച് സ്ഥലവും മാത്രമേ ഉള്ളൂ ഈ നെൽകൃഷി നടത്തുന്നത്. അപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് എല്ലാവരും വരണം. അപ്പം ഇവിടെ പറഞ്ഞ പോലെ അരി അന്യ സംസ്ഥാനത്ത് നിന്നാണ് നമ്മളൊക്കെ ഇറക്കുന്നത്. എല്ലാവരും കൃഷിയിലേക്ക് വന്നെങ്കിൽ ഇപ്പോൾ വാഴയും കവുങ്ങൊക്കെ ആയിട്ട് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ദീഖൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൃഷിയിലേക്ക് വരണം. നെൽകൃഷി കൂടുതലായി നമ്മുടെ പഞ്ചായത്തിൽ ഊർങ്ങാട്ടി പഞ്ചായത്തിൽ ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഈ അരി വാങ്ങുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ 2 വർഷമായിട്ടുള്ളെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിലെ പദ്ധതികൾക്കും അതുപോലെ തന്നെ കൃഷിഭവനിലെ എല്ലാ പദ്ധതികൾക്കും മുന്നിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കായിക മത്സരത്തിൽ നമുക്ക് മൊമെന്റോ അത് സ്വർണ്ണ മെഡലൊക്കെ കിട്ടിയതിൽ നമുക്ക് ഊർങ്ങാട്ടിരിക്ക് എന്നും അഭിമാനിക്കാമെന്ന് കൃഷി ഓഫീസറെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പാരമ്പര്യ നെൽകർഷകനായ അസൈനാരുടെ നെൽപ്പാടത്ത് നടത്തിയ വിളവെടുപ്പ് തേഞ്ചേരി LP സ്കൂൾ, മൈത്ര LP സ്കൂൾ, മൂർഖനാട് UP സ്കൂൾ വിദ്യാർത്ഥികൾ ഉത്സവമാക്കി. പാരമ്പര്യ കർഷക വേഷത്തിലെത്തിയ കുട്ടി കർഷകർ പരിപാടി വ്യത്യസ്തമാക്കി. പരീക്ഷാ ചൂടിലും നെൽകൃഷിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ അധ്യാപകരും PTA ഭാരവാഹികളും പ്രത്യേകം താൽപര്യം കാണിച്ചു. പാടശേഖര സമിതി കൺവീനർ സിദ്ദീഖ് മൈത്രയുടെ അധ്യക്ഷനായി. കൃഷി ഓഫീസർ CT നിഷിത പദ്ധതി വിശദീകരണം നടത്തി. പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലീമ, കൂത്തുപറമ്പ് വാർഡ് മെമ്പർ സൈനബ, കാർഷിക വികസന സമിതി അംഗങ്ങളായ മുഹമ്മദ് അബൂബക്കർ, മോഹൻദാസ്, കൃഷി അസിസ്റ്റന്റ് കൃഷ്ണചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.